നിന്റെ അയലുകാരനെ സ്നേഹിക്കണം, ശത്രുവിനെ ദ്വേഷിക്കണമെന്ന് പറയപ്പെട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കൂ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കൂ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യൂ, നിങ്ങളെ അപമാനിച്ച് ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കൂ. ദൈനംദിന ധ്യാനം. നിന്റെ ശത്രുവിന് വിശക്കുകയാണെങ്കിൽ അവന് അപ്പം കൊടുക്കുക, ദാഹം അനുഭവപ്പെടുകയാണെങ്കിൽ അവന് വെള്ളം കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലയിൽ തീക്കനൽ കൂമ്പാരമാക്കും, യഹോവ നിന്നെ പ്രതിഫലിക്കും. സദൃശവാക്യങ്ങൾ 25 വാക്യങ്ങൾ 21 മുതൽ 22 വരെ. നമ്മുടെ ശത്രുക്കളെക്കുറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് യഹോവയുടെ വചനം ഇവിടെ നമ്മോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കൂ. മനുഷ്യ ദൃഷ്ടികോണത്തിൽ ശത്രുക്കളെ സ്നേഹിക്കുന്നത് അസാധ്യമാണ്, പക്ഷേ ദൈവദൃഷ്ടികോണത്തിലെ അതിപ്രധാനമാണ്. നാം കർത്താവിന്റെ വചനപ്രകാരം നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ കർത്താവ് നമ്മെ പ്രതിഫലിക്കും. ആർക്കു ചോദിച്ചു, നമ്മുടെ ശത്രുക്കൾ ആരാണ്? സാധാരണയായി നമ്മെ ഹാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മെ ദ്വേഷിക്കുന്നവരും നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നവരുമാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ദൈവവചനം പറയുന്നു, നമ്മുടെ യഥാർത്ഥ ശത്രു മനുഷ്യനല്ലെന്ന്, പിശാചാണ് നമ്മുടെ ശത്രു. മുന്നറിയിപ്പോടെ ജാഗ്രതയോടെ ഇരിക്കുക. കാരണം നിങ്ങളുടെ വിരോധി പിശാച് അകമ്പടിയോടെ കുരങ്ങുപുലി പോലെ ചുറ്റി നടക്കുന്നു, ആരെങ്കിലും വിഴുങ്ങാൻ നോക്കി. 1 പത്രോസ് 5:8. പിശാചൊരു കൊലയാളിയും വിഭജനം സൃഷ്ടിക്കുന്ന വഞ്ചകനും നമ്മെ നശിപ്പിക്കാൻ മനുഷ്യരുടെ മനസ്സിൽ കപടതയോടെ ചതികൾ ഉണർത്തുന്നവരുമാണ്. നമ്മെ നശിപ്പിക്കാൻ പിശാച് നമ്മുടെ സഹജീവികളെ ഉപയോഗിക്കുന്നു. അതിനാൽ അവരുടെ പ്രവർത്തികളിൽ നമ്മൾ പിശാചിന്റെ പ്രവർത്തികളാണ് കാണുന്നത്. നമ്മുടെ സഹജീവികൾ നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, ശത്രുവിനെ ദ്വേഷിക്കണമെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കൂ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കൂ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യൂ, നിങ്ങളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കൂ. മത്തായി 5 വാക്യങ്ങൾ 43 മുതൽ 44 വരെ. നമ്മെ ദ്വേഷിക്കുന്നവരെയും നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരെയും നമ്മുടെ വീഴ്ചയ്ക്ക് ആഗ്രഹിക്കുന്നവരെയും ശപിക്കരുതെന്നും അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്ന പോലെ വിരോധഭാവത്തോടെ സംസാരിക്കരുതെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിനു പകരം അവരെ അനുഗ്രഹിക്കണം. അവര് നിങ്ങളെ ദോഷം ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അവർക്ക് നന്മ ചെയ്യണമെന്ന് കർത്താവ് നമ്മോട് പറയുന്നു. നിങ്ങളെ നശിപ്പിക്കാൻ അവർ കറുത്ത മന്ത്രം ചെയ്യാം, നിങ്ങളെ ശപിക്കാം, എങ്കിലും ദൈവം പറയുന്നു, അവർക്ക് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതാണ് യേശുക്രിസ്തുവും ചെയ്തത്. അപ്പോൾ യേശു പറഞ്ഞു, പിതാവേ, ഇവര് ചെയ്യുന്നത് അവർക്കറിയില്ല, അതിനാൽ ഇവരെ ക്ഷമിക്കണമേ. അവന്റെ വസ്ത്രങ്ങൾ അവര് തമ്മിൽ പങ്കിട്ടു, അവയ്ക്കാണ് ചീട്ടുവെച്ചു. ലൂക്ക 23 വാക്യം 34. നിങ്ങൾ ദൈവവചന പ്രകാരം നിങ്ങളുടെ ശത്രുക്കളോട് പെരുമാറുമ്പോൾ കർത്താവ് നിങ്ങളെ പ്രതിഫലിപ്പിക്കും. നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന്റെ മക്കളാകേണ്ടതിന് അവൻ ദുഷ്ടന്മാരിലും നല്ലവരിലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു, നീതിമാന്മാരിലും അനീതിമാന്മാരിലും മഴ പെയ്യിക്കുന്നു. മത്തായി 5 വാക്യം 45. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ. ആമേൻ.